നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് CPM ആണ്. വാദങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി അത് ശരിവെച്ച് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇടത് ഹാൻഡിലുകളിൽ ഉയർന്ന ഒരു വ്യാജ പ്രചരണം നമ്മളെല്ലാവരും കണ്ടു കാണും. BJPയെ CPM തോൽപ്പിച്ചു അത്രേ. ഇതിന് പിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ അധികം സത്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2018 BJP തന്നെ കൊണ്ടുവന്ന ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പൊ ഇത് BJPക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ? 2018 BJP സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു പദ്ധതി തന്നെ കൊണ്ടുവരുന്നത്. അതിൻ്റെ പരമമായ ഉദ്ദേശം എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്ന സംഭാവനകളിൽ ഏറിയ കൂറും കള്ളപ്പണമായിരുന്നു. കള്ളപ്പണം ക്യാഷായി വാങ്ങുകയും അത് വെളുപ്പിക്കുന്നതും അത് അടക്കമുള്ള എല്ലാവിധ മാൽ പ്രാക്ടീസുകളും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ ഉണ്ടായിരുന്നു. ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആകട്ടെ ഈ കള്ളപ്പണം സ്വീകരിക്കുകയും സംഭാവനയായി സ്വീകരിക്കുകയും കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പല നിലപാടുകളും എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് വലിയ രീതിയിലുള്ള അഴിമതിയുടെ ഒരു കേന്ദ്രമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു ആദ്യ സ്റ്റെപ്പിലൂടെ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി എത്തുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് തന്നെ. ഈ ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് ബാങ്കുകൾ ഇറക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വഴി വ്യക്തികൾക്കോ കമ്പനികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാവുന്നതാണ്. ഈ സംഭാവനയ്ക്ക് പരിധിയൊന്നുമില്ല. അതായത് എത്ര കോടി രൂപ വേണമെങ്കിലും സംഭാവനയായി നൽകാം. ആരാണ് നൽകുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് നൽകുന്നത് എന്നത് സംബന്ധിച്ച ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ആരാണ് നൽകുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിലാണ് ആ സംവിധാനം. ഇതുവഴി ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇത് സുതാര്യമല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിലുപരി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു വിവരാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാകുന്നു. അതുകൊണ്ട് തന്നെ നിയമം തന്നെ അല്ലെങ്കിൽ ഈ സംവിധാനം തന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിക്കാൻ BJPക്ക് മാത്രമല്ല സാധിക്കുക, ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1% കുറയാത്ത വോട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിലും 1% കുറയാത്ത വോട്ട് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനകൾ സ്വീകരിക്കാം. പക്ഷേ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മാത്രമല്ല ഇപ്പോഴും സംഭാവനകൾ സ്വീകരിക്കാൻ സാധിക്കുക, മറ്റു മാർഗങ്ങളിലൂടെയുമുണ്ട്. ഇപ്പോഴും ക്യാഷായിട്ടും മറ്റു മാർഗങ്ങളിലൂടെയുമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് BJPക്ക് മാത്രം ഒരു തിരിച്ചടിയാണ് എന്ന് പറയാനാവില്ല. BJPക്ക് എന്ന് മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കായിക്കോട്ടെ ഇത് തിരിച്ചടിയേ അല്ല. കാരണം മറ്റു മാർഗങ്ങൾ സംഭാവനകൾ സ്വീകരിക്കാനുണ്ട്. പക്ഷേ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള സംഭാവനയുടെ വരവ് അത് കുറ്റമറ്റതാകണം, അത് കണക്കിൽപ്പെടുന്ന പണമാകണം വരേണ്ടത് എന്ന ഒരു പരിഷ്കാരത്തിൻ്റെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള മാർഗം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പോലെയുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കാവൂ എന്ന ഒരു പരിഷ്കാരത്തിലേക്ക് വരേണ്ടതാണ്. അതിലേക്ക് വരുന്ന ഒരു തുടക്കം മാത്രമായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതൊരു തിരിച്ചടിയാണ്. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിയതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് BJPയെ ബാധിക്കുമെന്നോ അങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഇതിനൊരു സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീം കോടതി വിധിയിലൂടെ സാധിച്ചോ? ഒരിക്കലുമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും സംഭാവനകൾ സ്വീകരിക്കാൻ സാധിക്കുക. ഒന്ന്, സുതാര്യത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സുപ്രീം കോടതി തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഓരോ സംഭാവനയെയും കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാകണം എന്നാണ്. അങ്ങനെ ലഭ്യമാകുന്നതിൽ ഈ സംവിധാനം പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഇലക്ട്രൽ ബോണ്ടിനെ റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ
നിലവിൽ നമുക്ക് ഈ ഒരു സുതാര്യത ഇല്ലായ്മ ഇപ്പോഴും തുടരുകയാണ്. കാരണം AKG സെൻറ്ററിൽ പോയിട്ട് കഴിഞ്ഞ 3 മാസത്തെ സംഭാവനകളുടെ വിവരങ്ങൾ തരണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശം കൊടുത്താൽ ആർക്കും അത് ലഭിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും കണക്കുകൾ കൊടുത്താൽ ആ കണക്കുകൾ വസ്തുതകൾക്ക് നിരക്കുന്നതാണ് എന്ന് തെളിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം എന്ന ഒരു സംവിധാനം ഇലക്ട്രൽ ബോണ്ടിലുമില്ല, ഇപ്പോഴുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് വഴി സംഭാവനകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആർക്ക് എപ്പോൾ കൊടുത്തു എന്ന്, എത്ര കൊടുത്തു എന്നുള്ള ഒരു വിവരവും ലഭ്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മാളിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 100 കണക്കിന് കോടി രൂപ സംഭാവന കൊടുത്തു എന്നൊരു ആരോപണം വരികയുണ്ടായി. ഈ ആരോപണം എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഇപ്പോൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് PV, OC എന്നൊക്കെ എഴുതി വെച്ച്, ഷോർട്ട് ഫോമിലൂടെ എഴുതി വെച്ച് കള്ളപ്പണം കൊടുത്തതായി നമ്മൾ കാണുന്നു. ഇത് PV എന്ന് പറഞ്ഞാൽ ഇന്നയാളാണ്, OC എന്ന് പറഞ്ഞാൽ ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് വെളിപ്പെടുത്തുമോ? ഇല്ല. അതുകൊണ്ട് സുതാര്യത വന്നു എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. സുപ്രീം കോടതിയുടെ ആ ഒരു ഉദ്ദേശം തന്നെ പാളിപ്പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ തുക സ്വരൂപിച്ചത് BJP ആണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാകാം CPM തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതിലൊരു ദുരൂഹതയില്ലേ? ഒരു ദുരൂഹതയും ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് വാർത്തയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതെങ്ങനെയാണ്? കാരണം ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈമാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ഈ 2 ബാങ്ക് അക്കൗണ്ടുകളും, പണം കൊടുക്കുന്നയാളുടെ ബാങ്ക് അക്കൗണ്ടും പണം വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടും KYC കംപ്ലൈൻ്റ് ആണ്. KYC കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ രാജ്യത്ത് ബാങ്കുകളിലൂടെ, KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ്. ഒരു ബാങ്കറിന് തങ്ങളിലൂടെ ഇടപാട് നടത്തുന്ന കസ്റ്റമറെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അയാളുടെ പേരെന്ത്, അയാളുടെ വിലാസം എന്ത്, അയാൾ എന്ത് പണി ചെയ്യുന്നു, അയാൾക്ക് എത്ര രൂപ വരുമാനമുണ്ട്, അയാൾക്ക് പാൻ കാർഡ് ഉണ്ടോ, അയാൾ നികുതി അടയ്ക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു ബാങ്കിന് അറിയണം. അതാണല്ലോ KYC എന്ന് പറയുന്നത്. ഈ KYC കംപ്ലൈൻ്റ് ആയ അക്കൗണ്ടിൽ നിന്നാണ് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും വിവരാവകാശ പ്രവർത്തകർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിലും ആ വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഏതാളാണ്, ഏത് കമ്പനിയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എപ്പോൾ എത്ര തുക കൊടുത്തു എന്ന് കൃത്യമായ വിവരങ്ങൾ ഇഷ്യൂയിങ് ബാങ്കിൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ SBIയുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ തന്നെയാണ്. ആ സുതാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഈ വിധിയിൽ തന്നെയുണ്ട്. അതായത് സുപ്രീം കോടതി ഈ വിധിയുടെ ഭാഗമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതോ 2-3 ആഴ്ചയ്ക്കകം തന്നെ, അതായത് മാർച്ച് ഒരു തീയതി പറഞ്ഞിട്ട് ആ തീയതിക്കുള്ളിൽ തന്നെ എല്ലാ വിവരങ്ങളും ഇതുവരെ 2018 മുതൽ ഇന്നലെ വരെ സ്വീകരിച്ചിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ എല്ലാം വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അത്രയും സമയം കൂടെ ആവശ്യമില്ല. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരം വിവരങ്ങൾ കൈമാറാൻ, ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സാധിക്കും. കാരണം വിവരങ്ങൾ അവിടെയുണ്ട്. ഒരു അന്വേഷണം വരികയോ ഒരു നിയമപ്രശ്നം വരികയോ ചെയ്താൽ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. നേരെ മറിച്ച് പണം ക്യാഷ് വഴി സംഭാവന വാങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര അന്വേഷണം നടത്തിയാലും അത് തെളിയാൻ പോകുന്നില്ല. 2G സ്പെക്ട്രത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ അടിച്ചുമാറ്റിയ ലക്ഷം കോടികളുടെ തുക അത് എവിടെ പാർക്ക് ചെയ്തു എന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം മാറി. ഭാവിയിൽ ഇത്തരം അഴിമതികൾ നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് BJP ആണ് ഇങ്ങനെ എല്ലാവിധ രേഖകളോടും കൂടി, എല്ലാവിധ വിവരങ്ങളോടും കൂടി പണം വാങ്ങിയിട്ടുള്ളതിൽ ഒന്നാം സ്ഥാനത്തുള്ള കക്ഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുതാര്യമായി വിവരാവകാശ പ്രവർത്തനം അല്ലെങ്കിൽ വിവരാവകാശം വഴിയുള്ളത് മാറ്റി നിർത്തിയാൽ ഏറ്റവും സുതാര്യമായി എല്ലാവിധ രേഖകളോടും കൂടി സംഭാവന വാങ്ങിയ പാർട്ടി BJP ആണ് എന്നൊരു പോസിറ്റീവ് വാർത്തയാണ് അതിനകത്തുള്ളത്. ഇപ്പം CPM BJPയെ തോൽപ്പിച്ചു എന്നുള്ള പ്രചരണത്തിലെ വസ്തുത എന്താണ്? അത് നമ്മൾ കണ്ടിരുന്നു. കേരളത്തിലെ സഖാക്കളൊക്കെ മാസപ്പടി കേസിൽ ന്യായീകരണം കണ്ടെത്താനാകാതെ, ക്യാപ്സ്യൂളുകൾ വാങ്ങാനാകാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. ആ ഹർജിയിൽ ഒരു ഭാഗത്ത് CPM ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ CPM എന്തോ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. ചൈനയുടെ പണം ഒരു വിവാദ ദലാൾ നെവിൽ റോയ് സിംഗം വഴി കിട്ടിയത് മുഴുവൻ ഈ CPIMൻ്റെ നേതാക്കൾക്കാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ചൈനയുടെ പണം വാങ്ങാം, അത് എന്തിനാണ്? ഈ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ലേഖനം എഴുതാനാണ് ചൈനയുടെ പണം വാങ്ങിയിരിക്കുന്നത്. ഒരു ശത്രു രാജ്യത്തിൻ്റെ പണം
അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനായി ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് കൈപ്പറ്റാൻ CPIM-ന് യാതൊരു മടിയുമില്ല. പക്ഷേ എല്ലാവിധ രേഖകളോടും കൂടി അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് സംഭാവന വാങ്ങാൻ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗപ്പെടുത്താൻ CPIM-ന് എന്തോ വലിയ മാനക്കേടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. പിന്നീട് ഒരു കാര്യം കൂടി പറയാം. തീർച്ചയായിട്ടും ഈ സുപ്രീം കോടതി ഇത് റദ്ദാക്കിയിരിക്കുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിവരാവകാശ നിയമത്തിൽ വരുത്തുന്ന ഭേദഗതി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭേദഗതി വഴിയോ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിൽ കോടതി വിധി മറികടന്നുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിനെ പുനഃസ്ഥാപിക്കാൻ തീർച്ചയായും കഴിയും. അതൊരു പക്ഷേ അടുത്ത 3ാം നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണം അങ്ങനെയായിരുന്നു. അദ്ദേഹം കൃഷ്ണൻ്റെയും സുധാമയുടെയും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. തീർച്ചയായും ഇലക്ട്രൽ ബോണ്ട് തിരിച്ചു വരും. പക്ഷേ ഈ വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനം അതൊഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി എല്ലാ വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ മാതൃകയിൽ ഒരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ബാങ്ക് എല്ലാവിധ വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കും എന്ന ഒരു നിലയിലേക്ക് വന്നാൽ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമല്ല, നിയമവിരുദ്ധവുമല്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു രീതിയിലെങ്കിലും BJP-യെ തോൽപ്പിച്ചു, BJP-യെ മലർത്തിയടിച്ചു എന്നൊക്കെ പറയുന്നതിൽ സഖാക്കൾക്ക് സമാധാനം കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും അതാകട്ടെ എന്ന് തന്നെ നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് എനിക്ക് തോന്നുന്നു കള്ളപ്പണം വാങ്ങുന്നവർ ഇനിയും അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഇലക്ട്രൽ ബോണ്ട് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ടത് കൊണ്ടോ അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് നിലനിന്നപ്പോൾ ഇപ്പൊ നമുക്കറിയാം BJP ആണ് CPM ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ കുമാർ പറഞ്ഞതുപോലെ സുതാര്യമായ ഇടപാടാണ് അവിടെ നടക്കുന്നത്. ഒരു ബാങ്കിൽ നിന്ന് ഏതൊരാളാണ് പണം നൽകിയത്, ഏത് പാർട്ടിക്കാണ് നൽകിയതെന്നുള്ള എല്ലാ വിവരങ്ങളും ആ ബാങ്കിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ BJP-യെ CPM തോൽപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം അതൊരു കഴമ്പില്ലാത്ത ആരോപണം തന്നെയാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.